ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം, നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമുക്കറിയാം യഥാർത്ഥത്തിലുള്ള നോമ്പ് അത് നമുക്ക് തരാൻ പോകുന്നത് വേറൊന്നുമല്ല, ഹൃദയത്തിലുള്ള ഒരു വിശുദ്ധീകരണമാണ്. കപടതയില്ലാതെ, ഇരുമുഖമല്ല പൊയ്മുഖമില്ലാതെ ജീവിക്കാനുള്ള ഒരു തരത്തിലുള്ള ഒരു ക്രമപ്പെടുത്തലാണ് ഈ നോമ്പ് കാലം എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ആർക്കൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശുദ്ധിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്മയിൽ അഭിവൃദ്ധിപ്പെടണം, അല്ലെങ്കിൽ ഒരു തമ്പുരാൻ്റെ മുമ്പിൽ ഒരു നല്ലൊരു റിലീജിയസ് ആയിട്ട് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണല്ലോ ശരിക്കും നോമ്പ് അർത്ഥവത്താകുന്നത്. ആദ്യം നമ്മൾ ചിന്തിക്കണം, ഈ നോമ്പ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണോ വേണ്ടയോ നമ്മളാണ് ചിന്തിക്കേണ്ടത്. അപ്പം ഒരു മാറ്റം എപ്പോഴും എല്ലാ വർഷവും നോമ്പ് വരുന്നു, നോമ്പ് നമ്മൾ കടന്നു പോകുന്നു, എന്ത് നോമ്പ് അങ്ങനെയൊക്കെ എടുക്കുന്നവരുമുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഹൃദ്യമായിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന പോലെ നോമ്പ് കാലത്തിൽ കടന്നു പോയിട്ട് ഒരു പരിവർത്തനത്തിന് വേണ്ടി നിന്നെ തന്നെ നീ വിശുദ്ധീകരിക്കാൻ വേണ്ടി നീ നോമ്പിലേക്ക് മനഃപൂർവ്വം ഒന്ന് പ്രവേശിച്ചു നോക്കി, അത്ഭുതങ്ങൾ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. നമുക്കറിയാം, ഞാൻ ആദ്യത്തെ സെഷനിൽ നിങ്ങൾ പറഞ്ഞാണ് പത്രോസിൻ്റെ കർത്താവിനെ തള്ളിപ്പറഞ്ഞു, അല്ലെങ്കിൽ പത്രോസിനോട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ചോദിച്ച് ആ രംഗമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഓർമ്മയെ കാണുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഈ നോമ്പിൻ്റെ അല്പം കൂടെ സീരിയസ് നമ്മൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം പത്രോസിൻ്റെ തന്നെ ലൈഫിലേക്ക് മറ്റൊരു ഇൻസിഡൻറ്റ്. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 66 വരെയുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കട്ടക്ക് ഈശോയെ സ്നേഹിച്ച ഒരു അപ്പസ്തോലനാണല്ലോ പത്രോസ്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, എനിക്ക് പീഡാനുഭവം ഉണ്ടാവും, എന്നെ പടയാളികൾ പിടിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറയുന്ന സമയത്ത് പത്രോസ് പറഞ്ഞ, കർത്താവെ ഞാൻ മരിക്കേണ്ട വന്നാലും അങ്ങ് ഇട്ടിട്ട് പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് പത്രോസിന് ഈശോ പറഞ്ഞത്, കോഴി കൂന്നുന്നത് എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്ന. അപ്പോഴും പത്രോസ് അതിനെ നിരാകരിച്ചു. പത്രോസ് പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല കർത്താവെ എന്ന് പറഞ്ഞു. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനം എടുക്കാറില്ലേ? നമ്മളൊരു പാപമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്ന് വീണ്ടും ആ ദൈവ അനുഭവത്തിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ, ഈശോയെ ഞാൻ ഇനിയും പാപം ചെയ്യത്തില്ല, എനിക്കിനി എന്നെക്കൊണ്ട് അങ്ങനെയൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ജീവിച്ചിട്ടുണ്ടാവില്ലേ? പ്രിയ സഹോദരങ്ങളെ, ഇതേ അനുഭവത്തിൽ പത്രോസിൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പത്രോസ് ഇങ്ങനെ യേശുവിനെ അനുഗമിച്ച്, നമുക്കറിയാം യേശുവിനെ പീലാത്തോസിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് കർത്താവ് കാൽവരിയിലേക്കുള്ള യാത്ര നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാൽവരിയിലുള്ള യാത്രയിൽ മറ്റുള്ള ശിഷ്യന്മാരെല്ലാം ഈശോയെ ഇട്ടിട്ട് പോയി. അവിടെ അവസാനം അവശേഷിച്ച ആരാണ്? ഈശോയുടെ ഏറ്റവും അരുമ ശിഷ്യനും ഈ പത്രോസും മാത്രമാണ്. അരുമ ശിഷ്യനെ ആ ഒരു കോണ്ടസ്റ്റ് അധികം പറയുന്നുമില്ല, പത്രോസിനെയാണ് കൂടുതലും പറയുന്നത്. പത്രോസ് ഇങ്ങനെ ഈശോ അനുഗമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും അവനോടുള്ള സ്നേഹത്തെ സാക്ഷ്യപ്പെടുത്തുവാൻ കർത്താവിനൊരു അവസരം കൊടുത്തു. അവൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ യാത്രയിൽ ഒരുപക്ഷെ അവൻ്റെ ഒരു നോമ്പ് നമ്മൾ ചിന്തിക്കുമ്പം വിശുദ്ധീകരണത്തിൻ്റെ യാത്ര നോമ്പിൻ്റെ യാത്ര തന്നെയാണല്ലോ, നോമ്പാചരണമാണല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ വിശദീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആരും കടന്നു പോകാത്ത വഴിയിലൂടെ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ പുറകെ അവൻ ഒരു നോട്ട് കാണണം, എൻ്റെ നാഥനെ എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ച നിഷ്കളങ്കമായ സ്നേഹത്തോടെ പത്രോസ് ഈശോയുടെ പുറകെ പോവുകയാണ്. അവിടെ ഈശോ അവര് അവസരം കൊടുത്തു. എന്താണത്? നീ അവൻ്റെ കൂടെ ഉണ്ടാകാനല്ലേ എന്ന് പത്രോസിനോട് വേറൊരു പരിചാരം ചോദിക്കുകയാണ്. വേറൊരു വ്യക്തി വന്ന് ചോദിക്കുകയാണ്. റോമൻ പട്ടാളത്തിലുള്ള ഒരു വ്യക്തി ആയിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ, ഒരാൾ ചോദിക്കുകയാണ്, നീ ക്രിസ്തുവിനോട് ഉണ്ടായിരുന്നല്ലേ? ഉടനെ പത്രോസിൻ്റെ മനസ്സിലേക്ക്, എനിക്കവനെ അറിയില്ല. ഒരു എസ്കേപ്പിസ് അവിടെ നടക്കുകയാണ്. ശരിക്കും ക്രിസ്തുവിനുള്ള സ്നേഹം അവിടെ ഉണ്ട്, പക്ഷെ എന്നാൽ പോലും ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കാനുള്ള ഒരു സ്നേഹമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ അവസ്ഥയിലല്ല നമ്മളും ജീവിക്കുന്നത്. നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കുമ്പസാരം നടത്തുന്നുണ്ട്, നമ്മൾ വചനം കേൾക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ തിക്ത അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് ആപ്റ്റ് മൊമെൻറ്റിൽ നീ എത്രമാത്രം ദൈവത്തിന് സാക്ഷി നൽകാൻ, മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, മറ്റുള്ളവരുടെ നന്മയെ അല്പം ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ നിനക്ക് അവസരം കിട്ടിയപ്പെട്ട് നീ എത്ര പ്രാവശ്യം നീ അതിനെ അവോയ്ഡ് ചെയ്ത് നിനക്ക് ആ ഒരു അവസരത്തെ നീ എത്രമാത്രം നിഷ്ഫലമാക്കി കളഞ്ഞിട്ടുണ്ട്. പ്രകടമാക്കാതെ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശദീകരണം കൊടുക്കാതെ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു പരിവർത്തനം ഉണ്ടാകാതെ പല അവസരങ്ങളിലും നീ കർത്താവിനെ എതിരെ പറഞ്ഞിട്ടില്ലേ? ഇതേപോലെ അങ്ങ് രണ്ടാമത് പത്രോസ് വീണ്ടും ആ യാത്ര അവിടെ അവസാനിക്കുന്നില്ല. ആ ഒരു തിന്മ ചെയ്ത്, നമുക്കറിയാം തള്ളിപ്പറയാന്ന് പറയുന്നത് വലിയൊരു തിന്മയാണ്. ആ തള്ളിപ്പറഞ്ഞിട്ട് വീണ്ടും ആ തിന്മയെ ചെയ്തിട്ടും ക്രിസ്തുവിൻ്റെ വഴിയെ പത്രോസ് മുൻപോട്ട് പോയി, അല്ലേ? അങ്ങനെ രണ്ടാമത് വീണ്ടും ക്രിസ്തു അവസരം കൊടുത്തു. നമ്മുടെ ജീവിതം പോലെയാണ്. കർത്താവിനെ തള്ളിപ്പറയുന്നുണ്ടായിരിക്കാം, പുറമേ ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം ആഗ്രഹിക്കാത്ത ജീവൻ നയിച്ചിട്ട് വീണ്ടും ഒരുപക്ഷെ നമ്മൾ യേശുവിൻ്റെ പുറകെ നടക്കുന്നുണ്ടാവും. അങ്ങനെ രണ്ടാമത് വീണ്ടും പത്രോസിനോട് ചോദിച്ചു, പത്രോസ് നീ അവനോട് ഉണ്ടാകുന്നല്ലേ? പത്രോസ് വീണ്ടും തള്ളിപ്പറഞ്ഞു. അവിടെ പത്രോസിന് മനസ്സിനകത്ത് ഒരു വിഷമവും വേദനയൊന്നും കാണുന്നില്ല. വീണ്ടും അവൻ്റെ യാത്രയിൽ പോവാണ്, അവനെ ഒന്ന് കാണണം.
എൻ്റെ നാഥൻ എനിക്കൊന്ന് കാണണം. നിങ്ങളൊന്ന് ചിന്തിക്കണം, അതിനകത്ത് എന്തൊക്കെയോ ചിന്ത പ്രശ്നങ്ങളുണ്ട് ആ ഒരു യാത്രയിൽ. നമ്മുടെ യാത്ര അതുപോലല്ലേ? പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നതാണ്, അവസാനം മൂന്നാമത് വീണ്ടും ഒരു അവസരം കൊടുത്തു കർത്താവ്. നീ അവൻ്റെ കൂടെ തന്നെ ഉള്ളവനാണ്, എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിനുള്ള യഥാർത്ഥ സ്നേഹം പത്രോസിനൊന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ക്രൂശിച്ചു, ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായവനാണ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിനോടൊപ്പം വേണം കുരിശിൽ തൂങ്ങാമായിരുന്നു. പക്ഷെ അവനത് ചെയ്തില്ല. ലോകത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകും, താൻ സഹനത്തിലൂടെ കടന്നു പോകണമെന്ന ചിന്ത പത്രോസിനെ തിരിച്ചു പിടിച്ചു. പത്രോസ് അവിടെ ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ടായിരിക്കാം, ഞാൻ അവനോട് അഭിനയിച്ചിട്ടുണ്ടാവും, എനിക്ക് അവനെ അറിയത്ത് പോലില്ലെന്ന് പറയും. അടുത്ത നിമിഷം കർത്താവിൻ്റെ വചനം പത്രോസിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. എന്താണ്? കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. ഞാൻ തള്ളിപ്പറയത്തില്ലെന്ന് പറഞ്ഞുള്ള യാത്രയിൽ തള്ളിപ്പറയെന്ന് പറഞ്ഞ അവൻ്റെ വചനം തള്ളിപ്പറഞ്ഞവൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ പത്രോസിൻ്റെ മനസ്സ് പിടഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് അതാണ്, പത്രോസിൻ്റെ ശരിക്കുള്ള വിശുദ്ധ ജീവിതം ആരംഭിക്കുന്ന ഒരു പക്ഷെ അവിടെ നിന്നാണ്. പിന്നെ പത്രോസ് ഈശോയെ അനുഗമിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ആ കുരിശ് തറയ്ക്കുന്ന സമയത്തൊന്നും പത്രോസിനെ കാണുന്നില്ല. പത്രോസ് എവിടെ പോയി? പത്രോസ് ശരിക്കും പ്രാർത്ഥനയിലായിരുന്നു. ആ രംഗത്തിൽ പറയുന്നുണ്ട്, അവൻ പുറത്തു പോയി മനംനൊന്ത് പൊട്ടിക്കരഞ്ഞ് കർത്താവിന് മുമ്പിൽ തൻ്റെ കുറവുകളെ ദൈവത്തിന് മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് അവൻ തന്നെ വിശദീകരിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരാൻ വേണ്ടി യഥാർത്ഥത്തിലുള്ള ഒരു പരിവർത്തനത്തിലേക്ക് പത്രോസ് വരാൻ പറ്റി. അതേ സഹോദരങ്ങളെ, ഈ നോമ്പ് കാലം അല്പം ഒന്ന് വ്യത്യസ്തമായിട്ട് പത്രോസ് ഒന്ന് ആ ഒരു കോണ്ടസ്റ്റിൽ നിന്ന് ആ ഒരു സീനിൽ നിന്ന് മാറുന്നത് പോലെ നമ്മുടെ ലോകത്തിൻ്റെ ഈ ഒരു കുത്തൊഴുക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ ബിസി ലൈഫ് ഇതിൽ നിന്നൊക്കെ ഒന്ന് ആ ഒരു കുത്തൊഴുക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന്, പത്രോസിനെ പോലെ അത് മാറി നിന്ന് ഹൃദയത്തെ ഒന്ന് കഴുകാൻ, ആത്മാർത്ഥമായിട്ടൊരു പരിവർത്തനം നടത്തുവാൻ നമുക്ക് ദൈവം ഒരുക്കി തരിക്കുന്ന നിമിഷങ്ങളാണ് ഈ നോമ്പ് കാലം, അല്ലേ? അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മളെ തന്നെ ഒന്ന് വിശദീകരിക്കാൻ, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.